അദ്ദേഹം ഇതിനുള്ള ഉദ്ദേശം വേറൊന്നുമില്ല. അദ്ദേഹത്തിന് CPM തന്നെ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതാണ് സിമ്പിൾ ഉദ്ദേശം. ശ്രീ പിണറായി വിജയൻ ഒരിക്കലും വെള്ളാപ്പള്ളി സാറിനെ തള്ളി പറയില്ല, പ്രത്യേകിച്ച് ഇലക്ഷൻ കൂടി വരുന്ന കാലഘട്ടത്തിൽ. ഇപ്പോ ശ്രീ പിണറായി വിജയൻ സഖാവിന് അത്തരം ആർജവമൊന്നും പലപ്പോഴും കാണുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ ഇത്തരം നിലപാടുകൾ തീർച്ചയായിട്ടും LDF-ൽ നിന്ന് UDF-ലേക്ക് ഒരു മതേതര ഈഴവ വോട്ടുകൾ UDF-ലേക്ക് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. വർഗീയ പരാമർശങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ തുടരുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോട്ടയം രാമപുരത്ത് മീനച്ചിൽ കടുതുരുത്തി SNDP ശാഖാ സംഗമത്തിൽ പാലയിൽ ക്രിസ്ത്യൻ ആധിപത്യമാണ് എന്നാണ് വെള്ളാപ്പള്ളി ആരോപിച്ചത്. മലപ്പുറത്ത് സാമൂഹിക നീതി നിഷേധിക്കുന്നുവെന്നും വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹിക നീതി നടപ്പാക്കുന്നില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞ് ലക്ഷ്യമിടുന്നത് എന്താണ്? ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പമുള്ളത് രാഹുൽ ഈശ്വറാണ്. സ്വാഗതം രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ, ഈ വെള്ളാപ്പള്ളി നടേശൻ നാവടക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മലപ്പുറത്ത് നടത്തിയ വർഗീയ പ്രസംഗത്തിന് ശേഷം കേരള കോൺഗ്രസ് എമ്മിനെ ചാരി ക്രൈസ്തവ സമുദായത്തെയും വിമർശിച്ചിരിക്കുകയാണ്. പിണറായിക്ക് സ്തുതിപാടിയും ലക്കും ലഗാനൊന്നും ഇല്ലാതെ ഈ വർഗീയത പറഞ്ഞ് വെള്ളാപ്പള്ളി ലക്ഷ്യമിടുന്നത് എന്താണ്? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ അധിക്ഷേപിച്ചതിന് ശേഷം കോട്ടയത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, ഓക്സിജന്റെ കുറവുണ്ടെന്നൊക്കെ പറഞ്ഞു വെച്ചതിന് ശേഷം കോട്ടയത്ത് തങ്ങൾക്ക് സ്കൂളില്ല, പാലയിൽ സ്കൂളില്ല എന്നൊക്കെ പറയുന്നത്. എൻ്റെ കൗതുകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈഴവ സമൂഹത്തിനും ഈഴവ സഹോദരങ്ങൾക്കും സ്കൂളില്ലെങ്കിൽ അത് ആരുടെ തെറ്റാണ്? ഈഴവ സമൂഹത്തിന്റെയും നമ്മൾ ഹിന്ദുക്കളുടെയും തെറ്റല്ലേ? അവർക്ക് സ്കൂൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ബുദ്ധിമുട്ടി ഓരോ അരിമണിയും പറക്കിയെടുത്ത് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ബുദ്ധിമുട്ടി സ്കൂളും കോളേജും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മളിൽ ഒരുപാട് പേര് പഠിച്ചത് എന്ന് നമ്മൾ മറക്കരുത്. അപ്പോ ആരോടെങ്കിലും വിരോധവും വിദ്വേഷവും പറയുകയല്ല. ഇതിൽ ഏറ്റവും വിഷമം സഖാവ് ശ്രീ പിണറായി വിജയൻ അടക്കം, അതായത് മുസ്ലിം സമൂഹത്തെ അടക്കം ഏറ്റവും വർഗീയമായി വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിൽ പരാമർശിക്കുമ്പോൾ നല്ല സരസ്വതി വിലാസം വിളയാടുന്ന നാവാണ് വെള്ളാപ്പള്ളി നടേശൻ സാറിനെ എന്നാണ് പറഞ്ഞത്. വെള്ളാപ്പള്ളി സാറിനെ ബഹുമാനമാണ്, മുതിർന്ന ആളാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അദ്ദേഹത്തിന്റെ മകൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ജിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോഴും ഓടി വന്നത് മലയാളിയായ നമ്മുടെ എല്ലാ അഭിമാനമായ ശ്രീ MA യൂസഫ് അലിയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരു ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും നായരും ഈഴവനും ദളിതനും അമ്പലവാസിയും ആദിവാസിയും എല്ലാം കൂടി ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ നമ്മുടെ ഒരു കേരളത്തിന്റെ സംസ്കാരം. അദ്ദേഹം ഇത് ചെയ്തത് ശരിയാണോ എന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കണം എന്ന് വളരെ താഴ്മയോട് പറയുന്നു. രാഹുൽ ഈശ്വർ, വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യം, പാലായിൽ ക്രിസ്ത്യൻ ആധിപത്യം, തദ്ദേശ സ്ഥാപനങ്ങളിൽ പോലും ഈഴവ പ്രാതിനിധ്യം കുറവാണ്, കുരിശിന്റെ വഴി പോകുന്നവർക്കാണ് എല്ലാം എന്നൊക്കെയാണ് ക്രൈസ്തവ സമുദായത്തെ ലക്ഷ്യമിട്ട് മാത്രം വെള്ളാപ്പള്ളി പറഞ്ഞത്. KM മാണി ഉള്ളപ്പോൾ പൊട്ടും പൊടിയുമെങ്കിലും കിട്ടിയിരുന്നു, മാണിയുടെ മകൻ സൂത്രക്കാരനാണ് എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വെള്ളാപ്പള്ളി ആർക്കാണ് രാഷ്ട്രീയ വളമിടുന്നത്? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ അതിലെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ സാറിന് എന്നും കൺവീനിയന്റ്, കൂടുതൽ ഈഴവ സമൂഹം വോട്ട് ചെയ്യുന്നത് നമ്മുടെ CPM-ന് വേണ്ടിയാണ്. കോൺഗ്രസിൽ നല്ല ഈഴവ പ്രാതിനിധ്യമുള്ളവരുണ്ടായിരുന്നു. R ശങ്കർ സാറൊക്കെ മുഖ്യമന്ത്രി ആയത് തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ്. എന്നാൽ വിശാല അർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സാറിന് കൂടുതൽ ഉപകാരവും ഉപയോഗവും ഉള്ളത് CPM-ഉം BJP-യുമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകൻ തുഷാർജി എനിക്ക് വലിയ ബഹുമാനമാണ്. തുഷാർജി നമ്മുടെ BJP-യുടെ കൂടാണ്, ഇദ്ദേഹം വിശാല അർത്ഥത്തിൽ CPM-ന്റെ കൂടാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിൽ യാതൊരു തെറ്റുമില്ല കേട്ടോ. ഓരോ സമുദായങ്ങൾക്കും അവരുടേതായ രാഷ്ട്രീയ താല്പര്യം കാണും, സമുദായ നേതാക്കൾക്ക് വേറെ വേറെ താല്പര്യങ്ങൾ കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള താല്പര്യങ്ങൾ കാണും, അതിലൊന്നും ഒരു തെറ്റില്ല. പക്ഷേ വിദ്വേഷവും വിരോധവും ജനിപ്പിക്കുന്ന രീതി ചെയ്യരുത്. അദ്ദേഹം ഇതിനുള്ള ഉദ്ദേശം വേറൊന്നുമില്ല, അദ്ദേഹത്തിന് CPM തന്നെ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതാണ് സിമ്പിൾ ഉദ്ദേശം. അതായത് കോൺഗ്രസ് മന്ത്രിസഭ വരരുത്, BJP വരാൻ സാധ്യതയുമില്ല. ആ അവസരത്തിൽ CPM മന്ത്രിസഭ വീണ്ടും വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തെ അപ്പുറത്ത് നിർത്തിയിട്ട് പരമാവധി ഹിന്ദു കൺസോളിഡേഷൻ ഇൻ ഫേവർ ഓഫ് CPM ഉണ്ടാകണം എന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പച്ചയായ പരമാർത്ഥം. രാഹുൽ ഈശ്വർ, ശരിക്കും വെള്ളാപ്പള്ളി ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഹൈന്ദവർക്ക് പ്രാതിനിധ്യം കിട്ടുന്നില്ലേ? വെള്ളാപ്പള്ളി സാർ പ്രാതിനിധ്യം കിട്ടുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ആരാണ്? ഈഴവ സമൂഹത്തിൽ ജനിച്ച, ഹിന്ദു സമൂഹത്തിൽ ജനിച്ചെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ഹിന്ദു സംസ്കാരത്തോടോ ദൈവീക വിശ്വാസങ്ങളോടോ ഒന്നും താല്പര്യം അധികമില്ലെന്നാണ് പ്രകടമായി തോന്നുന്നത്. ശ്രീ പിണറായി വിജയൻ സഖാവാണ്. മുമ്പിരുന്ന അച്യുതാനന്ദൻ സാർ ആരാണ്? ഈഴവ സമൂഹത്തിൽ ജനിച്ച, അദ്ദേഹത്തിന്റെ മകനൊക്കെ വലിയ വിശ്വാസികളാണ്. ശ്രീ അരുൺ അടക്കം, അല്ലെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണൻ സഖാവ്, നമ്മുടെ ബിനീഷ് ഒക്കെ വലിയ വിശ്വാസികളാണ്, അമ്പലങ്ങളിലൊക്കെ പോകുന്നവരാണ്. അപ്പോ ഹിന്ദുക്കളല്ലേ ഇവരെല്ലാം.
അപ്പോൾ ഇവർക്ക് നമുക്ക് ഹിന്ദുക്കൾക്ക് പ്രാധാന്യം കിട്ടുന്നില്ല എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? നമ്മൾ ഹിന്ദുക്കളിൽ 3 തരം വോട്ടുകളുണ്ട്. CPM ഹിന്ദുക്കൾ, കോൺഗ്രസ് ഹിന്ദുക്കൾ, BJP ഹിന്ദുക്കൾ. CPM ഹിന്ദുക്കളാണ് ഇടത്, CPM ഇടത് ഹിന്ദുക്കൾ, അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് ഹിന്ദുസ് എന്ന് പറയുന്നത്. BJPയോടെ നിൽക്കുന്നതാണ് റൈറ്റ് വിങ് ഹിന്ദുസ് എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നതാണ് സെൻട്രിസ്റ്റ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മതസൗഹാർദ്ദ ലൈനുള്ള ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. ഈ 3 പേരല്ലേ, അതിന് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ അർത്ഥമുള്ളത്? അപ്പൊ യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്ക് പ്രാധാന്യം ഇല്ലെന്നുള്ളതല്ല, ഹിന്ദുക്കൾക്ക് ശരിക്കും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പലപ്പോഴും പല ആൾക്കാരും അഡ്രസ് ചെയ്യാറില്ല. അതായത് നമ്മൾ ഹിന്ദുക്കളുടെ ജനസംഖ്യ ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, മുസ്ലിങ്ങളുടെ ജനസംഖ്യ ക്രമാതീതമായി കൂടുകയല്ല, ഹിന്ദുക്കളുടെ ജനസംഖ്യ ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്തിനല്ല പ്രശ്നം, തിരുവനന്തപുരത്തിനാണ് പ്രശ്നം, കൊല്ലത്തിനാണ് പ്രശ്നം. ഇന്ത്യയുടെ തന്നെ ആത്മഹത്യാ തലസ്ഥാനങ്ങളിൽ ഒന്നായ കൊല്ലമാണ്. കൊല്ലത്ത് ഏറ്റവും കൂടുതൽ നായന്മാരും ഹിന്ദുക്കളുമാണ് ആത്മഹത്യ ചെയ്യുന്നത്. തിരുവിതാംകൂർ ഭാഗത്ത്, ഹിന്ദുക്കൾ കൂടുതലുള്ള തിരുവിതാംകൂർ ഭാഗത്ത് ഹിന്ദു ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട കാട് കയറുകയാണ്, കുമ്പനാട് പ്രേത നഗരമാകുകയാണ്. ഇവിടെ എല്ലാ ഹിന്ദുക്കളാണ് കൂടുതലുള്ളത്. ഇത് മൈഗ്രേഷൻ അല്ല കാരണം. ഒരു 10 മുതൽ 20% വരെ മൈഗ്രേഷൻ ഒരു റീസൺ ആണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ 80% നമ്മുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിൽ 2 കുട്ടികൾ ഉണ്ടാവുന്നില്ല. ഒരു വീട്ടിൽ 2 കുട്ടികൾ ഉണ്ടാവുന്നില്ലെങ്കിൽ ആ നാട് നശിക്കും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതിനെ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് വിളിക്കും. അതില്ലെങ്കിൽ ഒരു നാട് നശിക്കും. ഇത്തരം വിഷയങ്ങൾ എപ്പോഴെങ്കിലും വെള്ളാപ്പള്ളി സാർ അഡ്രസ് ചെയ്യാറുണ്ടോ? അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹമൊക്കെ വളരെ സമൂഹത്തിൽ മുതിർന്ന സാക്ഷാൽ ലോകഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസ്ഥാനം SNDPയുടെ അമരത്തിരിക്കുന്ന വ്യക്തിയാണ്. ഇത്തരത്തിൽ സീരിയസ് ആയ ഘടനാപരമായ വിഷയങ്ങൾ ഉന്നയിക്കണമെന്നാണ് അദ്ദേഹത്തോടുള്ള അഭ്യർത്ഥനയും ആഗ്രഹവും. രാഹുൽ ഈശ്വർ, ഇവിടെ ചോദിക്കാനുള്ളത്, എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാത്തത്? ഇങ്ങനെ വർഗീയ പരാമർശങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ഈ പിണറായി ഉൾപ്പെടെയുള്ള CPM നേതാക്കളുടെ മൗനം? ശ്രീ പിണറായി വിജയൻ ഒരിക്കലും വെള്ളാപ്പള്ളി സാറിനെ തള്ളി പറയില്ല, പ്രത്യേകിച്ച് ഇലക്ഷൻ കൂടി വരുന്ന കാലഘട്ടത്തിൽ. മുമ്പത്തെ ശ്രീ പിണറായി വിജയനെ നമുക്ക് ഓർമ്മ കാണും. നൌഷാദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരൻ കൂടെയുള്ള ഹിന്ദു സഹോദരങ്ങളെ ജാതിയോ മതമോ നോക്കാതെ രക്ഷിക്കാൻ എടുത്തു ചാടുമ്പോൾ അവിടെ ഏറ്റവും മോശം വർഗീയ പരാമർശം പറഞ്ഞ ആൾക്കാരിൽ ഒരാളാണ് ശ്രീ വെള്ളാപ്പള്ളി നരേശൻ അവർകൾ. അപ്പോ അന്ന് പിണറായി വിജയൻ സഖാവ് പറഞ്ഞത് കേരള തൊഗാടിയാകാൻ നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ആ പഴയ വിപ്ലവ ആർജവം ഒക്കെ സഖാവ് ശ്രീ പിണറായി വിജയൻ ഊർന്നു പോയോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഇപ്പോ ശ്രീ പിണറായി വിജയൻ സഖാവിന് അത്തരം ആർജവമൊന്നും പലപ്പോഴും കാണുന്നില്ല. എവിടെയാണ് ഇന്നൊരു VS ഉണ്ടെങ്കിൽ സ്ട്രോങ് ആയി പറയാം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനില്ല. എനിക്ക് ഉറപ്പുണ്ട് 90% CPM-കാർക്കും വെള്ളാപ്പള്ളി നരേശൻ സാറിന്റെ നിലപാടിനോട് യോജിപ്പില്ല. പക്ഷെ അത് പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. കാര്യം നമ്മുടെ നാട്ടിൽ ജാതിയേക്കാളും മതത്തെക്കാളും രാഷ്ട്രീയത്തെക്കാളും പ്രധാനമാണ് മതസൗഹാർദ്ദവും രാജ്യവും. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാനാവൂ. ഈ വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ CPM പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? വെള്ളാപ്പള്ളി നരേശൻ സാറിന് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളെ CPM പ്രോത്സാഹിപ്പിക്കുക എന്നതിനേക്കാൾ എതിർത്ത് പറയാതിരിക്കുകയാണ്, റിസ്ക് എടുത്ത് പറയാതിരിക്കുകയാണ്. ഇന്നലെ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ VR അനൂപ് ഒരു ചാനൽ ചർച്ചയായിരുന്നു അതിശക്തമായ ശ്രീ വെള്ളാപ്പള്ളി നരേശന്റെ നിലപാടിനെതിരെ പറഞ്ഞു. അദ്ദേഹം ഈഴവ സമുദായത്തിൽ നിന്ന് വ്യക്തിയാണ്, ശ്രീനാരായണ ഗുരുദേവനെ മനസ്സിൽ ധ്യാനിക്കുന്ന വ്യക്തിയാണ്. ശിവഗിരിയിൽ ഒരു പരിപാടിക്ക് പോകുന്നതിന് ഇടയ്ക്കാണ് 24-ലാണെന്ന് തോന്നുന്നു ചർച്ചയ്ക്ക് വന്നത്. ആ ആർജവമാണ് നമ്മൾ കാണിക്കേണ്ടത്. ആരാണെങ്കിലും നാളെ NSSന്റെ ഒരു നേതാവ് പറഞ്ഞാലും, ബ്രാഹ്മണ സഭയുടെ ഒരു നേതാവ് പറഞ്ഞാലും, KPMSന്റെ നേതാവ് പറഞ്ഞാലും, വെള്ളാപ്പള്ളി നരേശൻ സാർ പറഞ്ഞാലും, SNDPയുടെ ഒരു നേതാവ് പറഞ്ഞാലും, മുസ്ലിം നേതാക്കൾ പറഞ്ഞാലും, ക്രിസ്ത്യൻ നേതാക്കൾ പറഞ്ഞാലും അങ്ങനെ എതിർത്തു പറയാൻ ഒരു ആർജവം കാണിക്കണം. CPM-ന്റെ മതേതരത്വമുഖം നഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചാൽ CPM-ന്റെ പ്രശ്നം എന്താ അറിയോ? CPM ഒരു മതേതര ലൈനാണ് പിടിക്കുന്നത്. യഥാർത്ഥത്തിൽ വേണ്ടത് ഒരു മതസൗഹാർദ്ദ ലൈനാണ്. ഈ യാന്ത്രിക മതേതരത്വം നിലനിൽക്കില്ല. പകരം ബഹുസ്വരത, മതസൗഹാർദ്ദം, മതസമന്വയം, ഒരു ഗാന്ധിയൻ മതസൗഹാർദ്ദം നിൽക്കും. CPM പലപ്പോഴും ആർജിക്കുന്നത് ഒരു നെഹ്റൂവിയൻ സെക്കുലറിസ്റ്റ് ലൈനാണ്. പകരം ഒരു ഗാന്ധിയൻ സെക്കുലറിസ്റ്റ് ലൈന് വന്നാലേ അതൊക്കെ പറയാനുള്ള ആർജവം ഉണ്ടാവും. വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ LDF-ൽ നിന്ന് UDF-ലേക്ക് മതേതര ഈഴവ വോട്ടുകൾ മറിക്കുമോ? അങ്ങനെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? വെള്ളാപ്പള്ളി നരേശൻ സാറിന്റെ ഇത്തരം നിലപാടുകൾ തീർച്ചയായിട്ടും LDF-ൽ നിന്ന് UDF-ലേക്ക് ഒരു മതേതര ഈഴവ വോട്ടുകൾ, അല്ലെങ്കിൽ മതസൗഹാർദ്ദ ഈഴവ വോട്ടുകൾ, ബഹുസ്വര ഈഴവ വോട്ടുകൾ, ഞാൻ ഈ 3 വാക്കും എടുത്തു പറയുന്നത് ഈ 3 വാക്കും ഓരോരുത്തർക്കാണ് അപ്പീൽ ചെയ്യുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ മതേതര ഈഴവ, മതസൗഹാർദ്ദ ഈഴവ, ബഹുസ്വര ഈഴവ വോട്ടുകൾ UDF-ലേക്ക് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുലെ, മറ്റൊരു കാര്യമുള്ളത്, ശരിക്കും BJPക്ക് നേട്ടമുണ്ടാക്കാനാണോ വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത് എന്ന ചോദ്യം കൂടി പ്രസക്തമല്ലേ? വെള്ളാപ്പള്ളി നരേശൻ സാറിന് അങ്ങനെ എന്താ പറയണേ,
CPM എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ സാറിന് കോൺഗ്രസ് കംഫർട്ടബിൾ അല്ല. കാര്യം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിന്റെ ഇക്വേഷൻ കൂടുതൽ നായർ, ക്രിസ്ത്യൻ, മുസ്ലിം എന്നുള്ള ഇക്വേഷൻ ആണ് കോൺഗ്രസിന് വരുന്നത്. അതോടൊപ്പം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന മതേതര ഈഴവ വോട്ടുകൾ, പിന്നോക്കക്കാർ, ഇങ്ങനെ ഒരു ഇക്വേഷനാണ്. അപ്പം വെള്ളാപ്പള്ളി നടേശൻ സാറിന് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ഗുണം കേരളത്തിൽ CPM ഭരണവും കേന്ദ്രത്തിൽ BJP ഭരണവും വേണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നതിന്റെ റീസൺ.